എല്ലാം അവന്റെ തീരുമാനത്തിലാണ്. അവൻ വിചാരിക്കുന്നതിനേക്കാളും ഒരു സെക്കൻഡ് മുൻകടക്കുകയുമില്ല, പിന്തുകയുമില്ല. എന്തുകൊണ്ട്? അവൻ ഖയ്യൂമാണ്. എല്ലാം അവന്റെ അധികാരത്തിലാണ്. അവന്റെ അധികാരത്തിലല്ലാതെ ഒരു കാര്യം നടക്കുന്നേയില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന ബെയ്ത്തിന്റെ ഒരു അര വരിക. ഏതാണ് ആ ബെയ്ത്ത്? ഓർമ്മണ്ടോ? അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത്ത് മഹാമിദുഹു വഅസ്സ സനാഹു ഹദിൽ ഇബാദി ഇലാ സനാഇ ഇർഫാനിഹി ലൗല തഫള്ളുലു മഹ്തദൗ ലിസനാഹു മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മു യുറാലി സിവാഹു. മലികുൽ മുലൂക് അവൻ രാജാതിരാജനാണ്. വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ, അവന്റെ വിധി അവന്റെ സൃഷ്ടികളിൽ നടക്കും. അവന്റേതല്ലാത്തൊരു സൃഷ്ടി ഇവിടെ ഇല്ല. ഫലാ ഹുക്മു യുറാലി സിവാഹു, അവനല്ലാത്ത ഒരാൾക്കും വിധിയില്ല. ആർക്കേ വിധിയുള്ളൂ? അവന് മാത്രം. നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരേണ്ട ബാധ്യത അള്ളാഹുവിന് ഇല്ല. അവന്റെ ആഗ്രഹം പോലെ കാര്യം, അവന്റെ ഉദ്ദേശം പോലെ കാര്യം നടക്കും. അതേ സമയത്ത് നമുക്ക് ദുആ ചെയ്തൂടെ? ദുആ ചെയ്യാം, ദുആ ചെയ്യുകയും വേണം. ദുആ ഒരു ഇബാദത്താണ്, നിന്റെ റജ ആണ്, നിന്റെ ആഗ്രഹമാണ് ഒന്ന് നടന്നു കിട്ടിയെങ്കിൽ. പക്ഷെ നടത്തിത്തരുന്നവൻ അവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അത് നടത്തിയാൽ അത് ഭംഗിയായി നടക്കും. ഇതെല്ലാം അവൻ്റെതാണ്, നമ്മുടേതല്ല. ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോഴുള്ള ഒരു ഗുണം എന്താണ്? അനാവശ്യമായ അധ്വാനങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അനാവശ്യമായ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിച്ചു, ദുആ ചെയ്തു, ബാക്കി വിട്ടുകൊടുക്കണം. ആർക്ക്? അല്ലാഹുവിന്. നടന്നാലോ ഖൈറതാണ്, നടന്നില്ലെങ്കിലോ ഖൈറതാണ്. അങ്ങനെ വേറൊരു പ്രശ്നം ഉണ്ടാവും. എന്ത്? നമ്മൾ ചില കാര്യത്തെ പരിധിക്കപ്പുറം ആഗ്രഹിക്കും, പരിധിക്കപ്പുറം ദുആ ചെയ്യും. ദുആയിൽ പരിധി വിട്ട് കിടക്കുന്നവർ അന്ത്യനാളിന്റെ അടയാളാണ്. എന്താണ് ഈ ദുആയിൽ പരിധി വിട്ട് കിടക്കൽ? ഒരു കാര്യം വീണ്ടും വീണ്ടും ദുആ ചെയ്യലല്ല, പരിധി വിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവൻ വിചാരിക്കണം. അവനെന്താ വിചാരിക്കുക? അവനറിയും, അവനറിയും. ഇന്ന് വൈകുന്നേരം വരേണ്ട 5:30 മണിക്ക് വരേണ്ട മദ്രാസ് മെയിൽ രാവിലെ 7 മണിക്ക് വരാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുക, എന്നിട്ട് ദുആ എടുക്കുക. പിന്നെ 7:45 ദുആ എടുക്കുക. 7:45 ഇങ്ങനെ എത്തി കിട്ടിയാൽ മതിയായിരുന്നു. പോട്ടെ, 8 മണിക്ക് എത്തിയാൽ മതി. 4:04 സദേൺ റെയിൽവേ അതിനെ മംഗലാപുരത്ത് നിന്ന് മദ്രാസിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് എത്തേണ്ട സമയം നിശ്ചയിച്ചത് 5:30. ഈ ദുആ എടുക്കുന്നത് രാവിലെ 7 മണിക്ക് അത് എത്താനാണ്. എനിക്കതുകൊണ്ട് കാര്യമുണ്ട്. എത്തുമോ? പറയാം. ഇതാണ് നമ്മുടെ അതിലോട്ട് ആഗ്രഹിക്കൽ. നിനക്ക് ആഗ്രഹിക്കാം 7 മണിക്ക് മദ്രാസിലേക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടായെങ്കിൽ. ഉണ്ടായില്ല, അപ്പം ആഗ്രഹിക്കാം 4 വണ്ടിയില്ല, എൻ്റെ കാര്യം അവിടെ നടന്നോളും, എൻ്റെ റബ്ബുണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. റബ്ബല്ലേ അല്ലേ ഏറ്റെടുത്ത്. ഇത് നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിക്കണത് അത് 7 മണിക്ക് വരാനാ രാവിലെ. അത് AM വണ്ടിയല്ല, PM-ന്റെ വണ്ടിയാണ്. മനസ്സിലായില്ലേ? PM 5:30 PM-ന് വരേണ്ട വണ്ടി 7:30 AM-ന് വരാൻ വേണ്ടി ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ യഅ്സ് വരിക. എന്താ യഅ്സ്? നിരാശ. അള്ളാഹുവോട് ദ്വാരന്നിട്ട് കാര്യമില്ല എന്നറിയാം. ഇതാണ് ദ്വാക്ക് അതിരുവിടൽ. ഇവർ നിരീശ്വരവാദികളായി മാറും. ഇത് വളരെ സത്യമാണ് ഈ പറയുന്നത്. ഈ ജനങ്ങളിൽ വലിയൊരു ശതമാനവും നിരീശ്വരവാദിയായി മാറും. വലിയൊരു ശതമാനം നിരീശ്വരവാദ ലോകത്ത് അധികരിക്കുക. എന്താ കാരണം? കാരണം എന്താ? ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ.
ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളാണ് നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നത്. വേറൊരു ചാപ്റ്ററാണ്, പിന്നെ പറയാം. അതൊന്നുമല്ല. അതല്ല എന്ന് മനസ്സിലായ ഒരു മനുഷ്യൻ ഈ ലോകത്തിപ്പോൾ ജീവിച്ചിരുന്നില്ല, ഈ ലോകത്തില്ല. എന്താ പറഞ്ഞ് അള്ളാഹു ഇല്ല എന്ന് മനസ്സിലായ ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഇന്നലെ വരെ ജീവിച്ചിരുന്നിട്ടില്ല, നാളെ ജീവിച്ചിരിക്കൂല. അള്ളാഹു ഇല്ല എന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ ഏറി വന്നാൽ അഗ്നോസിസം വരും, അഗ്നോസ്റ്റിക് ആയിരിക്കും. അതായത് ഉണ്ടോന്നുണ്ടോ ഉറപ്പില്ല, അതേ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ല എന്ന് ഉറപ്പുള്ള ഒരാൾ ഈ ലോകത്തില്ല. ഇന്ന് രണ്ടില്ല, നാളെ ഉണ്ടാവില്ല. അപ്പം ഇവിടെ പ്രശ്നം മനസ്സിലാക്കണം. അള്ളാഹുണ്ട്, ദ്വാർക്കും ദ്വാ ചെയ്യുമ്പോൾ പരിധി വിട്ട് ദ്വാ ചെയ്യും. ഈ വാശിരിക്കണം. എൻ്റെ സമയത്ത് സദേൺ റെയിൽവേ നിശ്ചയിച്ച സമയം എപ്പോഴാ? 5:30 വൈകുന്നേരം. ഇത് ദ്വാരക്കണം എപ്പോഴാ? 7, 7:30, 7:45 വേണ്ടില്ല, അങ്ങോട്ട് പോരുത്. അതിന് വേണ്ടി ഇയാളുടെ യോധി യാസീൻ 11 യാസീൻ ബദരീങ്ങൾക്ക് അപ്പൊ തന്നെ ഓതി. 7:00 വന്നില്ല, 8:45 വന്നില്ല. അപ്പൊ ഞാൻ അടുത്ത പീടി കയറിയിട്ട് ഒരു ചായയും പഴംപൊരിയും ഒക്കെ തിന്ന് പിന്നെ എന്താ പറയണേ? എന്ത് ബദരീങ്ങൾ? ഈ മുജാഹിദൊക്കെ പറഞ്ഞ നേരാ. ഒരു ബദരീങ്ങളും ഇല്ല, ഒരു ബദരീങ്ങളും ഇല്ല. ആദ്യം ബദരീങ്ങളെ നിശ്ചയിക്കും, പിന്നെ ഒരു 9 മണി 9:15 ആകുമ്പോൾ എന്ത് പറയും? പഠിച്ചോനുമില്ല. എന്തിനാ വെറുതെ പറയണത്? 5:30 ട്രെയിൻ അപ്പൊ വന്നാൽ കൂട്ടിമുട്ടൂലേ? എടോ 5 ഇതിനൊക്കെ ഒരു കൃത്യമായ സമയമുള്ളത് കൊണ്ടല്ലേ ഇതിങ്ങനെ നിലനിന്ന് പോണത്. ട്രെയിന് പോലെ രാജ്യം നിയന്ത്രിക്കുന്ന ഒരു വാഹനം വേറെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റാ. ബസ്സിന് രാജ്യം അങ്ങനെ നിയന്ത്രിക്കണില്ല, അതുകൊണ്ട് കൂട്ടുമുട്ടൽ കൂടുതലാണ്. ഈ 2 വാഹനങ്ങൾ കൂട്ടിമുട്ടൽ കുറവാണ്. ലോക ചരിത്രത്തിന് അപൂർവേണ്ടുള്ളൂ. എന്തുകൊണ്ട് അത്രയും നിയന്ത്രിക്കണ്ടതിനെ? നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന ട്രെയിൻ കൂട്ടിയിടേണ്ടിയിട്ടുള്ളൂ. ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതിൽ പിന്നെ ഫ്ലൈറ്റ് തമ്മിൽ കൂട്ടിയടിച്ചത് വീണത് വിരലിൽ എണ്ണാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് ആ രൂപത്തിൽ കൃത്യമായിട്ട് സമയങ്ങളും കാര്യങ്ങളും നിയന്ത്രിച്ചു പോരുന്നുണ്ട്. ആ നിയന്ത്രണം തെറ്റിയാലോ ആ സാധനം ഉണ്ടാവില്ല. ഞാൻ നേരെ വെച്ചോക്കാം. എന്നിട്ട് ആഗ്രഹിക്ക എന്ത്? വൈകുന്നേരം 5:30 വേണേ എന്നെ മദ്രാസ് മെയിലിച്ച് രാവിലെ 7 മണിക്ക് വരാൻ ദ്വാരക്കുക. പിന്നെ പടച്ചോന് ചെറിയ ഇളവ് കൊടുക്കുക. ആയിക്കോട്ടെ, എന്നാ 7:30 ആയിക്കോട്ടെ, 7:45 അതിനപ്പുറം പോകരുത്. അതും കഴിഞ്ഞോടുകൂടെ എൻ്റെ നിരാശ വന്നു തുടങ്ങി. 8-8:15 നോക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ഒരു പാർട്ടി അവിടെ ഫാത്തിഹ നിർവഹിക്കുന്നുണ്ട്. അതിൽ ഫാത്തിഹ മോലിയരും കുട്ടികളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് തന്നെ പോകില്ല. എന്തുകൊണ്ട്? അതിൽ കാര്യമില്ല. കാര്യമാണെങ്കിൽ ഇപ്പൊ എനിക്ക് കിട്ടണ്ടേ? ഞാൻ ഇന്നലെ രാത്രി 3 മണിക്ക് തുടങ്ങിയ ദ്വാ. ട്രെയിന് വരേണ്ട നേരെ എപ്പോഴാ? 5:30 മണി. ഈ ദ്വാ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത്? റബ്ബേ 7 മണിക്കേക്ക് ഒരു ട്രെയിന് വന്നിട്ടിയ വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ എൻ്റെ തീരുമാനം, എൻ്റെ കാര്യം പരിഹരിച്ചു. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തുകൊണ്ട്? നിനക്ക് ഇന്ന് അവിടെ 6 മണിക്ക് യോഗ ഉണ്ട് മദ്രാസിന്. അപ്പോഴത്തിന് അവിടെ എത്തണം. വലിയ 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 ബിസിനസിന്റെ യോഗമാണ്. അതുകൊണ്ട് നിനക്ക് ആ ബിസിനസ് യോഗത്തിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ദ്വാ ചെയ്ത് പറയേ? 7 മണിന്റെ ഫ്ലൈറ്റിന് പോയാൽ വൈകുന്നേരം എന്താണെങ്കിലും യോഗം തുടങ്ങിയിട്ടെങ്കിലും ഞാൻ അവിടെ എത്തും. ഇപ്പൊ എന്ത് പറഞ്ഞു? റബ്ബേ എന്തേലും വണ്ടി എത്തിയാൽ നന്നായിരുന്നു. ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഫ്ലൈറ്റും ഇല്ല, നിൽക്കാൻ നേരത്തെ എത്താവുന്നത് കരിപ്പൂന്ന് അതും ഇല്ല. ഇനിയൊക്കെ എൻ്റെ കയ്യിലാണ്. ഞാൻ കാര്യം ലെവലാക്കി തരണം. അള്ളാഹ് ലെവലാക്കി തന്നു. എങ്ങനെ ലെവലാക്കി തരല്? ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരാള് തുണിയിൽ മാറ്റി പുറത്തിറങ്ങുന്നതോടുകൂടെ എന്തോ ഒരു സംഭവം വന്നിപ്പോയി. ഒന്ന് തുണിന്റെ തല കാലുമ തടഞ്ഞിട്ട് ഒന്നാൾ വീണു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മീറ്റിങ്ങിന് പോകണ്ട, നിങ്ങൾക്ക് നഷ്ടം വരും. അവൻ വലിയ അന്ധവിശ്വാസിയാണ്.
അവന്ന് വേണ്ട തീരുമാനിച്ചു. വിളിച്ചു പറഞ്ഞു, ഞാൻ അന്ന് വരുന്നില്ല, മീറ്റിംഗ് നാശായി, നാളെ 7 മണിക്കാക്കാം. അപ്പൊ ഇന്ന് മദ്രാസ് ട്രെയിനിൽ പോയി നാളെ രാവിലെ അവിടെ ഇറങ്ങി കുളിച്ച് റാഹത്തായി നല്ല നിലക്ക് ഇറച്ചിയും പൊറാട്ടിയൊക്കെ തിന്ന് പിന്നെയും കുറച്ചു നേരം കിടന്നിറങ്ങി വീണ്ടും ഒന്നും കൂടി കുളിച്ച് പോയ കുട്ടപ്പനായി. നടത്തിത്തത് ആരാ? അല്ലാഹു. ഇത് അള്ളാഹ് കൂട്ടാനൊക്കെ അള്ളാന്റെ അടിമയായി ജീവിക്കും ചെയ്യാ. അതിന്റെ കാര്യം നടന്നു, യോഗത്തിൽ തീരുമാനമായി, എനിക്ക് വലിയ ലാഭം കിട്ടി, ഒക്കെ നടന്നു. മറ്റേ ഇജ് യോഗത്തിന് തന്നെ പിന്നെ പോയില്ല. ഇതൊന്നും പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ യോഗത്തോട് ഈ അന്ന് യോഗത്തിന് പോയില്ല. നിനക്കിപ്പോ എന്തേ ഉണ്ടായ കിട്ടിയ ലാഭം? ആ യോഗം കൊണ്ട് നിരീശ്വരവാദി. എന്തിനാ നിരീശ്വരവാദിയായത്? ഇനി ന്യായം ഉണ്ടാക്കി കേൾക്കല്ലേ? 5:30 ട്രെയിന് 5:30 വന്നിട്ടില്ലെങ്കിൽ ഓക്കെ. ഈ ദ്വാർക്കണത് എപ്പോഴാ? അതൊരിക്കലും വരാൻ പറ്റൂലല്ലോ. 5:30 ട്രെയിന് രാവിലെ 7:30 വന്നാൽ കൂട്ടിമുട്ടലോട് കൂട്ടിമുട്ടൽ. നിനക്ക് പലതും ഇല്ലേ? എറണാകുളത്തിനാണ് തുടങ്ങിയാൽ ഡൽഹിയിൽ മാത്രമേ നിൽക്കുള്ളൂ. ആജാതി വണ്ടി ഉണ്ട്. ആ വണ്ടി വരുന്നിടത്ത് മുഴുവൻ മനുഷ്യൻ പാഞ്ഞു വയ്ക്കണം. ഈ നേരില്ലാത്ത നേരത്ത് മറ്റേ വണ്ടിന് വന്നാൽ കൂട്ടിമുട്ടലല്ലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇവനാണ് ആര്? ഖയ്യൂം. ഓരോന്നിനും അതവൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവനത് നടത്തും. നടത്തിയാൽ അൽഹംദുലില്ലാ, നടത്തിയില്ലെങ്കിൽ നടത്താതിരിക്കലായിരിക്കും അതിന്റെ ഖൈർ. മസ്ലഹത്ത് അറിയുന്നവൻ ആര്? അല്ലാഹു. എന്തിനു വെച്ചാണ് ഇത് ബേജാറാണ്? വിദ്യാഭ്യാസം. മരുമോളെ വീട്ടിൽ സൽക്കാരം ഉണ്ടായതുകൊണ്ട് കോമു ബസ്സിന് വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് കുറെ നേരം നിന്ന് ബസ് വന്നില്ല. കാരണം മരുമോളെ വീട്ടിലെ സൽക്കാരാണ്. അപ്പൊ 100 നിസ്കാരം കഴിഞ്ഞാൽ കോമു 100 നിസ്കരിച്ചില്ലെങ്കിലും കോമത്തിനോടുകൂടെ ഒരു ചോറ് വളർന്നു. അതിന് കൃത്യമായി എത്തണം. എത്തിയില്ല. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ലേറ്റ്. വണ്ടി വരണില്ല. അങ്ങനെ വണ്ടി വന്ന് ബസ് സ്റ്റോപ്പിൽ ചവിട്ടിനോട് കൂടെ ബാക്ക് ഡോറിൽ കയറി കോമു. പിന്നെ കോമു പായാണ് മുന്നിക്ക്, ഒന്ന് വേഗം എത്തട്ടെ. കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന അനാവശ്യമായ പറ്റപ്പാടുകൾ കോമു ബസ് കയറി മുന്നിക്ക് പാഞ്ഞതുപോലെയാണ്. എന്തിനാ ഞങ്ങൾ വായിന്ന് വെച്ചു? അല്ലെങ്കിൽ അത്രയും ദൂരം പെട്ടെന്ന് എത്താനോ വിചാരിച്ചു. എൻ്റെ പാച്ചിലും ആവശ്യമില്ലാത്ത പറ്റപ്പാടുകളും കോമു ബസ് കയറി പാഞ്ഞതുപോലെയാണ്. അല്ലാതെ ഇതിനൊരു അർത്ഥമില്ല. ദ്വാർന്നാൽ നടക്കും, ദ്വാർന്നിടലേ നടക്കും. ദ്വാർക്കുമ്പോൾ എനിക്കൊരു വിവാദത്തിന്റെ കൂലി കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കും. കാരണം അവൻ ആരാണ്? ഞാൻ പറയാം, അവൻ ആരാണ്? ഖയ്യൂം. അതിന് സമയം നിശ്ചയമുണ്ട്. ആ നിമിത്തം നടത്തും. നടത്തിയാലോ വൃത്തിയിരിക്കും. ആള് കയറി, ഫ്ലൈറ്റിലൊക്കെ നിറഞ്ഞ ആള്, എല്ലാവരും നേരത്തെ തന്നെ വന്നു. ഒക്കെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലെ പൈലറ്റ് എല്ലാവരും എത്തിയില്ലേ? എത്തി 2 മണിക്ക് പുറപ്പെടേണ്ട, 4 മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റാണ് ദുബായിൽ നിന്ന്. അപ്പോൾ 2 മണിക്ക് തന്നെ എത്തി പൈലറ്റിന് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അയാൾ ആർക്കോ എന്തോ കൊടുക്കാണ്ട്. അപ്പോൾ അയാൾക്ക് ഉറക്കം വന്നില്ല. അയാൾ അങ്ങനെ 2 മണിക്ക് തന്നെ എയർപോർട്ടിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ ബാക്കിയുള്ളവരും ബേജാറായി, നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെ എണ്ണി നോക്കുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് പുറപ്പെട്ടാലോ? പുറപ്പെടലുണ്ടോ? പുറപ്പെടലുണ്ടോ? എല്ലാം കഴിഞ്ഞ് നമ്മൾ കയറിയിട്ട് റൺവേയിൽ ഫ്ലൈറ്റ് എടുത്തിട്ട് പിന്നെ ചില സമയത്ത് റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്യാതെ 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ ഇടും. എന്തേ? അത് നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞാലേ അത് പുറപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിമുട്ടും. അങ്ങനെ തന്നെയല്ലേ? ആണോ? അല്ലേ? അവൻ ഖയ്യൂമാണ്. അല്ലാഹു. ഈ ലോകത്തിലുള്ള സകല സാധനങ്ങളും ഓരോ ഫ്ലൈറ്റുകളാണ്. അതിനെ നിയന്ത്രിക്കുന്നവൻ, അതിൻ്റെ പൈലറ്റ് അല്ലാഹുവാണ്. അതാണ് ഖയ്യൂമിൻ്റെ അർത്ഥം. ലോകമെന്ന ഫ്ലൈറ്റിൻ്റെ പൈലറ്റാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ചീത്ത മുഴുവനും പടച്ചോനെ പറഞ്ഞിട്ട് പിന്നെ മദ്രാസ് പോയി ഇറങ്ങി. എനിക്ക് എന്നും നഷ്ടേ പടച്ചുണ്ടാക്കുള്ളൂ. വിവരമൊന്നും കിട്ടിയില്ല. അങ്ങനെ 5:30 ട്രെയിൻ തന്നെ കയറി. ആ രാത്രി മുഴുവനും ചീത്തറന്നു. ആരെ? നമ്മളെപ്പോലത്തെവർക്കൊക്കെ എന്തെങ്കിലും 10 റുപ്യ കിട്ടിയാണെന്ന് നന്നാണെന്ന് വിചാരിച്ചാൽ പഠിച്ചോനെ വയ്ക്കൂല. മുതലാളിമാരെ മക്കളെ ആണെങ്കിലോ ഒരു പ്രശ്നമില്ല. നമ്മളൊന്നും പഠിച്ചോന് വേണ്ട. മുതലാളിമാരെ മക്കളാ.
പടച്ചോന്റെ മുലാൽമാരെ തറവാട്ടിൽ നിന്നാണല്ലോ പടച്ചോന്റെ കുടുംബക്കാരൊക്കെ പെണ്ണിട്ടിയത്. അയ്യേ എൻ്റെ അത്ര വലിപ്പുണ്ട്. നേരെ വെക്കണവരേ വെറുതെ പോവുകയാണ്. യോഗമൊന്നും പിന്നെ ലോകമൊക്കെ കഴിഞ്ഞ് ഓലൊക്കെ തീരുമാനിച്ച് പോയിട്ടുണ്ടാവും. ആ ബിസിനസ് ഏതാ നമ്മൾ പോയി ഇതിനെപ്പറ്റി പോകുകയല്ല, നിർവാഹമില്ലല്ലോ പോവുക. അവിടെ ചെന്നിറങ്ങിയപ്പോഴോ ആ യോഗ്യം കാണുന്നില്ല, എന്നെ കാത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവനാരാണ്? അവനാണ് ആര്? ഇന്നലെ രാത്രി കാഫറായി, നീ എനിക്ക് തിരിച്ചു മടങ്ങാൻ കഴിഞ്ഞോളന്നില്ല. ഇന്നലെ രാത്രി കാഫറായി, നിസ്കരിക്കും കാഫറായ നിസ്കാരക്കാരൻ, നോമ്പൊൽക്കും കാഫറായ നോമ്പുകാരൻ. ഈ പടച്ചോനെ ചീത്ത പറഞ്ഞപ്പോൾ ആരായി? തീരുമാനിക്കും വെറുതെ ഇരിക്കല്. പടച്ചോനെ ചീത്ത പറഞ്ഞപ്പോൾ ആരായി? കാഫറായി. ഇനി യോഗ മുസ്ലിമീങ്ങളെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കും, ഇജ് കാഫറാണ്. ഈ പള്ളിക്ക് ഇമാമത്തുക്കും ഇജ് കാഫറാണ്. ഇത് ഇന്റർനാഷണൽ ഖുർആൻ പാരായണ മത്സരങ്ങളിൽ മത്സരിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പാരായകൻ എന്ന് പറഞ്ഞ് പേരെടുത്ത് അവാർഡ് വാങ്ങും, പക്ഷെ ഇജ് കാഫറാണ്. ഇജ് നാട്ടിലുള്ള പീടിയിലെ മുഴുവനും വയലും കൊണ്ട് വാങ്ങി തലയെ കെട്ടും, ഇജ് കാഫറാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ് പറയലില്ല. دع المقادير تجري في عنتها ولا تبتن إلا خالي البال. دع المقادير تجري في عنتها ولا تبتن إلا خالي البال. ഓരോന്നിനും പടച്ചോൻ നിശ്ചയിച്ച തഖ്ദീറാത്തുകളുണ്ട്. ആ തഖ്ദീറാത്തിൽ ഓരോന്നും നടന്ന് നീങ്ങട്ടെ. അതിലൊന്നും ടെൻഷൻ അടിക്കാതെ പൂർണ്ണ ശൂന്യ മനസ്സല്ലാതെ നീ ഒരു രാത്രിയും ഉറങ്ങാൻ പോവരുത്. ഒന്നും വിചാരിച്ച് നടന്നിട്ടില്ല, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ച തെറ്റായിരിക്കും, റബ്ബ് വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് ശരി, അവൻ ഖയ്യൂമാണ്. വല്ലാത്തൊരു ഭയങ്കര ഈ കവിത ഞാൻ 20 കൊല്ലം മുമ്പ് പഠിച്ചതാണ്, മറക്കൂല. ഭയങ്കര കവിതയാണ്. കാര്യങ്ങളെല്ലാം അതിന്റെ തഖ്ദീറാത്തിൽ നടന്നോട്ടെ. അധ്വാനിച്ചില്ലെന്നല്ല, പക്ഷേ ഇത് ഉറപ്പിക്കണം, ഞാൻ അധ്വാനിച്ചാലും അത് നടക്കൂല. എന്റെ റബ്ബിന്റെ തഖ്ദീറുണ്ട്. ഈ ഭൂഗോളത്തിന്റെ മസ്ലഹത്ത് എന്താണോ അതനുസരിച്ച് അങ്ങനെ നടന്നാൽ മതി. നീ ശൂന്യമായ മനസ്സോടു കൂടിയല്ലാതെ നീ രാത്രി ഉറങ്ങാൻ കിടക്കരുത്. അല്ലെങ്കിൽ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു മാളിച്ച് കിടക്കുകയാണ്. ഇതിന്റെ ഇടക്ക് മുമ്പ് എന്തുണ്ടായത് കാക്ക ഞങ്ങളൊപ്പം കിടന്നൊരു മനുഷ്യനെ ഉറക്ക് പോക്കണം. അപ്പൊ മൂപ്പ ഓളെ എണീച്ച് അപ്പുറത്ത് മുമ്പ് കിടന്നു. ഈ ഒരു കാക്കാനെ കൊണ്ടുള്ള നേരം പുറത്ത് വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയെടുക്കാം. വൈകുന്നേരം ആയാ ഞാൻ രാവിലെ എന്തോ ഒരു യോഗത്തിന് എന്തോ നടന്നു. അതാണ് പൊച്ചേന്ന് പറഞ്ഞത്. കഴിഞ്ഞിട്ട് ആ വണ്ടി എവിടെ എത്തി പൊച്ചേന്നറിയാം. ഒന്നും നടക്കൂല. ആര് വിചാരിച്ചല്ലാതെ അല്ലാഹു. ജദ്വാനിക്കണ്ടെന്നല്ല, ജദ്വാനിച്ചോ, പക്ഷെ അതേ സമയത്ത് നീ തഖ്ദീർ നോട്ട് കൊടുക്കണം. എനിക്കറിയുന്നൊരു ബാപ്പുണ്ട്, കഷ്ടപ്പെട്ട് മകനെ പോറ്റി വളർത്തി. ഞാൻ അറിയുന്നൊരു ബാപ്പ മരിച്ചുപോയി. അങ്ങനെ മകൻ നല്ല ഉദ്യോഗം കിട്ടി, സർക്കാർ ഉദ്യോഗം കിട്ടി, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗം കിട്ടി മകൻ ഉദ്യോഗത്തിന് സൈൻ ചെയ്യാൻ വേണ്ടി രാവിലെ കുളിച്ച് മോട്ടോർ സൈക്കിൾ എടുത്ത് പോയി. മകൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചു. ഒരു കാഴ്ച കൊടുക്കാൻ കഴിഞ്ഞില്ല. മകൻ്റെ ശമ്പളത്തിൽ നിന്ന് എൻ്റെ തഖ്ദീറാണ്, അതിലെന്താ പ്രശ്നം? ഇവിടെ ഒരു കാഴ്ച കൊടുക്കുമ്പോൾ അയാൾ അവിടെ സ്വർഗീയ ഭക്ഷണം കഴിക്കും. എന്ത് പ്രശ്നമാണ്?
അയാൾ ഉത്തരവാദിത്തം അയാൾ നിർവഹിച്ചു. അയാൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു സംഗതിയാണ്. മകൻ രാവിലെ ജോലി കയറുന്നത് സൈൻ ചെയ്യാൻ വേണ്ടി പോയി, ഒപ്പിട്ട് തിരിച്ചു വന്നാൽ മതി. അവൻ പോയി തിരിച്ചെത്തുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചു. ഒരു രോഗമില്ലാത്ത മനുഷ്യൻ. മനസ്സിലായില്ലേ? അയാൾ ഉത്തരവാദിത്തം എന്താ? അയാളുടെ സമയം വരെ അയാൾ ചെയ്യേണ്ട ജോലി ചെയ്യുക, മകനെ പോറ്റി വളർത്തുക, ഭാര്യക്ക് അധ്വാനിച്ച ഹലാല ഭക്ഷണം കൊടുക്കുക. അത് സമയമായി അയാൾ മരിച്ചു. മനസ്സിലായില്ലേ? അയാൾ ആഗ്രഹം നടന്നില്ല, അതിന്റെ ഇരട്ടി ആഗ്രഹം അള്ളാഹു പരലോകത്ത് നടത്തി കൊടുക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്ക്. ഭാഗ്യം കെട്ടെന്ന് പറയും നമ്മൾ. ഭാഗ്യം കെട്ട തണ്ട. എന്ത് ഭാഗ്യം കെടല്? അത് സന്തോഷകരമായി പരലോകത്ത് ജീവിക്കുന്നുണ്ടാവും. വളരെ ചിന്തിക്കുക. അപ്പൊ നിങ്ങളെ ആലോചിക്കണം, ചിന്തിച്ചുറപ്പിക്കണം. നമ്മൾ അവൻ കയ്യൂമാണ്. കയ്യൂം ഏതൊന്നിനെയും അതിന്റെ ശരിയായ അർത്ഥത്തിലും രീതിയിൽ നിലനിർത്തുന്നവൻ. അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ആ രീതിക്കെതിരെ വന്നു പോയാൽ തകർന്നു. നമ്മൾ ഒരു വിവരവും ഇല്ല. വൈകുന്നേരം പോകേണ്ട ഫ്ലൈറ്റിന് ഒരാൾ എന്ത് ചെയ്ത്? രാവിലെ 8 മണിക്ക് തന്നെ ഒരാൾ വൈകുന്നേരം 7 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റിന് ഒരാൾ രാവിലെ 8 മണിക്ക് എയർപോർട്ടിലെത്തി. എന്നിട്ട് അയാൾ പറയാ, ആ പൈലറ്റിനൊന്ന് വന്നൂടെ? ഓൽക്കൊല്ല ബുദ്ധിമുട്ടുണ്ട്. ഓൽക്കൊക്കെ അതിന് 1 ലക്ഷം 2 ലക്ഷമൊക്കെ ശമ്പളമല്ലേ. ബാക്കിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. നമുക്ക് ഗൾഫ് പോയിട്ട് പിന്നെ പല പണയം വെച്ചാണ് പോന്നതാ. എന്തേലും പോയി കഷ്ടപ്പെട്ടെന്ന് ഉണ്ടാക്കിയാലല്ലേ കടം വിട്ടാൻ കഴിയുള്ളൂ. ഒരു പോലെ ബുദ്ധിമുട്ടുണ്ടോ? ഓൻ ബുദ്ധിമുട്ട് കഷ്ടപ്പാടായതുകൊണ്ട് അവൻ രാവിലെ 8 മണിക്ക് എത്തി എയർപോർട്ടിൽ. ഫ്ലൈറ്റ് പോകേണ്ടത് എപ്പോഴാ? 7 മണിക്ക്. എന്നിട്ട് എന്താ പറയണത്? ഇടക്കിടക്ക് കാണുന്ന എയർ ഹോസ്റ്റലൊക്കെ ചോദിക്കും, അല്ലെ നമ്മളെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് വന്നോ? ഒരു വരുമോ? അവരെത്തിയില്ല, ഒരു വൈകുന്നേരം എത്തും. ഈ ചേനാണോ ഓളെ ചവിട്ടിക്ക് ഓളെടുത്ത് കിടക്കുമ്പോൾ പറയുന്നത്? അന്ന് ആ പൈലറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ നഷ്ടമൊന്നും നമുക്ക് വരില്ലേ. അപ്പൊ നമ്മൾ ഇനി ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. എടാ ചങ്ങായി, ഇത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ അനക്ക് ഈ വിശ്വാസം ഉണ്ടോ? എന്തിനാടെ ചേച്ചി? അതാണ് ഇനി അടുത്ത വർത്താനം. എടാ യാ ഹയ്യു യാ ഖയ്യൂം എന്ത് വർത്താനടാ ചങ്ങായി? എനിക്ക് ഈ ഖയ്യൂമിനെ അറിയൂ. എൻ്റെ കാര്യം നടത്തണമെങ്കിൽ ചീത്ത പറഞ്ഞ എന്തിനാണ് ഖയ്യൂം എന്ന് പറയുന്നത്? ഈ കാഫറല്ലേ കൈ എന്തിനാണ് ഈ ഖയ്യൂം എന്ന് പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് 1000 വട്ടം യാ ഖയ്യൂം എന്ന് പറയുന്നവനാണ് ഈ പടച്ചോനെ ചീത്തറിയാം. ഇവന് യാ ഖയ്യൂമേ ഉള്ളൂ, ഇപ്പൊ ഗാഫറാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവൻ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേന് യാ ഹയ്യു യാ ഖയ്യൂം എത്ര വട്ടം ചെല്ലും? 1000 വട്ടം ചെല്ലും. ഓൻ്റെ കാര്യം നടക്കത്തിനോ നീരസം പറയും. ആരെ പറ്റി? നമ്മളെ പോലത്തെ ഒന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല. അവന് പേരെന്താ? എല്ലാം ശരിയായ രൂപത്തിൽ നടത്തിത്തരുന്നവൻ ഖയ്യൂം. ആ പേരവും പറയണത്. ആ വിശ്വാസം അവന് ഇല്ല. ഇത്ര വലിപ്പണ്ടല്ലട ചങ്ങായി. യാ ഹയ്യു യാ ഖയ്യൂം കുടിച്ചില്ല. അതൊക്കെ ഇത്ര വിശ്വാസം ഉണ്ടോ പഠിച്ചോന്? സത്യല്ലെങ്കിൽ ഈ പറഞ്ഞ് ചിന്തിക്ക്. എടാ ചെറിയ ദിക്റിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ടെൻഷൻ അടിക്കോ? കാരണം നടത്തേണ്ട ആൾ ആരല്ല. ഉമ്മയും മകനും ചെറിയ കുട്ടിയും ഉമ്മയും കൂടെ ട്രെയിനിൽ കയറാൻ വേണ്ടി വന്നു. സമയത്തിന് തന്നെ വന്നു, ട്രെയിനൊന്നുമില്ല. അപ്പൊ കുട്ടി എന്ത് പറയും? കാണിച്ച് ട്രെയിന് വരാത്ത. അപ്പൊ ബോധമുള്ള ഉമ്മ എന്ത് പറയും? മുടിങ്ങിരിക്ക്, ആ കഴിഞ്ഞ നേരത്തെ വന്നോളൂ, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് ചെന്ന് വിചാരാണ്, അത് വന്നോളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ ഈ കുട്ടി ക്ഷമകേട് കാണിക്കും. അപ്പോൾ ഉമ്മ എന്ത് പറയും? ഉണ്ടായിരിക്കണം, എജ്ജിപ്പെടുത്താൻ തുള്ളി ആ ട്രെയിനാണ് വരില്ല, അതിനെടുത്ത് നേരം ഉണ്ടാവും, വന്നോളൂ. ഇതാണ് മൂമീൻ. ഈ ട്രെയിനർ 1000 വട്ടം ചെല്ലേണ്ട ആവശ്യമില്ല. എനിക്ക് ആ വിശ്വാസം ഉണ്ടാവണം.
ഈ കയ്യൂമേ 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 എന്ന് 1000 വട്ടം ചെല്ലും. അതിനേക്കാൾ നല്ല നമുക്ക് ചോറ് വെക്കണ ഒരു അബ്ദുൽ കയ്യൂമുണ്ട്, ഓനെ പറയലാണ്. നമ്മുടെ പുത്തലത്തിൻ്റെ ഒരു മൈത്തറിൻ്റെ ഒരു കയ്യൂമ്, അബ്ദുൽ കയ്യൂമ്, ഓനെ വിളിക്കലാണല്ലോ. ഓൻ വേഗം ഉത്തരം കിട്ടും. കയ്യൂമേ നാളെ നമുക്കൊരു 50 കിലോൻ്റെ ചോറ് കണ്ടിരുന്നാൽ വേഗം ഉത്തരം കിട്ടും. ഞാൻ അള്ളാന്റെ പേര് മാറ്റിയിട്ട് ചോറ് വെക്കണ അബ്ദുൽ കയ്യൂമേ കയ്യൂമേന്ന് വിളിക്കാൻ എനിക്ക് നല്ലത്. മറ്റേ കാഫറോ കാഫറായി കൊണ്ടാ കയ്യൂമേ കയ്യും യോ കയ്യും യോ കയ്യും യോ കയ്യും ആള് കാഫറ. തല കൊടുത്തിട്ട് ചിന്തിക്കണം. എന്താ പ്രശ്നം? ദുരാഗ്രഹങ്ങൾ. മനുഷ്യനെ നിരീശ്വരവാക്കിയത് വാദിയാക്കിയത് ദുരാഗ്രഹങ്ങളാണ്. മനുഷ്യനെ മുബത്തതിയാക്കിയത് ദുരാഗ്രഹങ്ങളാണ്. മനുഷ്യനെ ലിബറലിസ്റ്റ് ആക്കിയത് ദുരാഗ്രഹങ്ങളാണ്. ഒന്നുമല്ല, വേറൊന്നുമല്ല. വളരെ ചിന്തിക്ക്. അപ്പൊ ആദ്യം നീ കയ്യൂമേന്ന് ചെല്ലിയിട്ടില്ലെങ്കിലും കയ്യൂമ് നിന്റെ ഇവിടെ വേണം. മനസ്സിലായില്ലേ? 18 വയസ്സായി, 16-ാം വയസ്സിൽ വേർന്നു തുടങ്ങിയതാ. 18 വയസ്സാകുമ്പോഴത്തേന് എൻ്റെ മകളെ കെട്ടിച്ചില്ല. 19-ലോ കെട്ടിച്ചില്ല, 20-ലോ കെട്ടിച്ചില്ല. എൻ്റെ ആഗ്രഹം പറഞ്ഞു, അപ്പേ പ്രായപൂർത്തി വയസ്സ് സർക്കാർ പറഞ്ഞ വയസ്സാണോടുകൂടെ എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം വരണം. വന്നില്ല. അപ്പൊ എന്താ വിചാരിക്കണ്ടേ? അതിന്റെ മസലത്തായിട്ടുണ്ടാവില്ല. അതിന്റെ സമയമാകുമ്പോ വരും. മനസ്സിലായില്ലേ? കാരണം ഇത് ശരിയാക്കി തരേണ്ടത് ഈ കുട്ടിയെ പഠിച്ച ഞാനല്ല, ഈ കുട്ടിയെ പെണ്ണാക്കിയ ഞാനല്ല. ഈ കുട്ടിയെ ഒരാണിന്റെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥയിൽ ശരീരഘടന കൊടുത്ത അത് ഞാനല്ല, അത് ആള് വേറെയാണ്. അവൻ കയ്യൂമാണ്. എന്താ കയ്യൂമിന്റെ അർത്ഥം? ഓരോന്നിനെയും അതിന്റെ ശരിയായ നിലയിൽ നിയന്ത്രിച്ചു പോരുന്നവൻ അവനാണവൻ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആ വിശ്വാസം കൽപ്പിൽ കയറുക. ഇപ്പൊ ഈ ആരായി? ഈ കയ്യൂമെന്ന് ചെല്ലിയ തന്നെയല്ല, എന്നാലും മുഅ്മിനാണ്. ചെല്ലി പടച്ചോൻ ചീത്തറിഞ്ഞ ഗാഫറാണ്. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്ർ ചെല്ലിയില്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ മരിക്കും, അവൻ മരിക്കൂല. എന്റെ കയ്യിൽ നിയന്ത്രണമല്ല, ഓന്റെ കയ്യിലാണ് നിയന്ത്രണം. ഇപ്പൊ ആരാണ്? മുഅ്മിനാണ്. ഇത് 1000 വട്ടം പോലും പോയിട്ട് ഒരു വട്ടം യാ കയ്യൂമിന് എഴുതിയിട്ടില്ല. ഇതാരാണ്? പറയട ചങ്ങായി. ഇത് 1000 വട്ടമല്ല, ഒരു വട്ടം പോലും യാ ഹയ്യു യാ കയ്യൂം ചൊല്ലിയിട്ടില്ല. ഇതാരാണ്? മുഅ്മിനാണ്. മറ്റോ 1000 വട്ടം ചെല്ലുണ്ട്, ഓൻ ഗഫൂറാണ്. എന്തിനാണ് ടെൻഷൻ? മനസ്സിലാവുണ്ടോ? അതെങ്ങനെ നടക്കുക? നടക്കും. നമ്മളൊരു കാര്യം വിചാരിച്ചു നടക്കേണ്ടതാണെങ്കിൽ നടക്കും. ഇതെങ്ങനെ നടക്കും? PM സാഹിബ് എന്ന ഒരു ദ്വീപിലെ ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹം 2000-ന്റെ സമയം ആ ഒരു മഹവില്ലാണ് അദ്ദേഹം തൻ്റെ എതിരാളിയോട് മത്സരിച്ച് തോറ്റുപോയി. തോറ്റ ഉടനെ കേന്ദ്രത്തിൽ നിന്ന് അന്നെ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു, പെട്ടെന്ന് ഡൽഹിയിലെത്താൻ. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ഡൽഹി ചെന്നപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ഒരു കാത്തിരിക്കാണ് ക്യാബിനറ്റിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ. അദ്ദേഹത്തെ തോൽപ്പിച്ച് ജയിച്ചോൻ ദ്വീപെന്ന് വിട്ടിട്ടില്ല. അയാൾ TV തുറന്നു നോക്കുമ്പോ കാണുന്നത് എതിരാളി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത. എന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതമാണ്. ഞാനൊരിക്കൽ ദ്വീപിലേക്ക് ഒരു പ്രസംഗത്തിന് വേണ്ടി സയ്യിദ് സാഹിബ് തന്നെ ക്ഷണിച്ചു. അങ്ങനെ ഒരു രാവിലെ സയ്യിദ് സാഹിബിന്റെ കൂടെ അതിരാവിലെ കടപ്പുറത്തൂടെ നടക്കുക. രാവിലെ സുബഹി നിസ്കരിച്ച് അദ്ദേഹം വന്നു. ഒരു ലേശം നടക്കുക ഉസ്താദ് പറഞ്ഞു. അങ്ങനെ രണ്ടാളും നടന്നു. അപ്പൊ അദ്ദേഹം നടക്കണതിനിടയിൽ സയ്യിദ് സാഹിബ് എന്നോട് ചോദിച്ചു, ഉസ്താദേ ആല ഇമ്രാനിലെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന ആയത്ത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാം. ഞാൻ മുഴുവൻ ഓതിയതാണ്. ഞാൻ മുഴുവൻ ഓതി കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് ഭൂമിയിൽ ഇറങ്ങി നടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഈ ആയത്ത് ഭൂമിയിൽ കൂടി ഇറങ്ങി നടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അയ്യാ കണ്ടിട്ടില്ലാറോ? എന്നെ നോക്കിക്കളി. അയ്യാനാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക, തോറ്റോനും അധികാരം കൊടുക്കും. മറ്റും നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തിന് തോറ്റോൻ എന്തായി? ജയിച്ചോൻ പൊരിയാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തിന് തോറ്റോൻ ആരായി? കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി, ക്യാബിനറ്റിൽ മന്ത്രി.
ലക്ഷക്കണക്കിന് ലീഡിങ്ങിൽ ജയിച്ചവർക്ക് വരെ കിട്ടാത്ത ഭാഗ്യം തോറ്റോന്. എന്ത് കുലില്ലാഹുമ്മ പറ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മന്ദശാ. കാര്യം അപ്പോഴും ഓർമ്മയുണ്ട്. കടപ്പുറത്തൂടെ നടക്കുക, കടലിങ്ങനെ, ഈ കടലിന്റെ കല്ലിട്ട ഭിത്തിയിൽ തട്ടിയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. ഒരു മഞ്ഞ് പോലത്തെ ഒരു, ഇതിനേക്കാൾ മൂടിയ ഒരു മഞ്ഞുണ്ട്. രണ്ടാളും കൂടി നടക്കുക, ഞാനും സൈഡ് സാഹിബ് നടക്കുക. ആ രംഗം അപ്പോഴും ഓർമ്മയുണ്ട്. മറക്കൂല, ആ രംഗം മറക്കൂല. അദ്ദേഹം പറഞ്ഞു മറക്കൂല. എന്തുകൊണ്ട്? ആയത്തിന്റെ മൂപ്പരിപ്പ ഓദിച്ചിട്ട് ഓതിയിട്ട് ഈ ആയത്തങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാ കാണാൻ ഓതി എന്നാണ്, ഓതി നടക്കല്ലേ. അത് ഭൂമിയിൽ ഇറങ്ങി നടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന പോയി കളി ഞാൻ കണ്ടു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുത്തിൽ മുൽക മൻ തശാ. നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. എന്തിനാ ബേജാറാണ്? എന്തിനാ ബേജാറാണ്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. നാളെ താറാവ് നാളെ മുട്ടയിടേണ്ടത് ധൃതി കാണിച്ചിട്ട് ഇന്ന് അകിട് കീറിയാലോ, മരിച്ച് കഴിഞ്ഞ്. അപ്പൊ എനിക്ക് എന്താ വേണ്ട? സബർ. ഈമാന്റെ പകുതിയാണ്. ഈമാന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ എന്താ ഇനി പറയാ? എന്റെ ഈമാന്റെ പകുതി പറഞ്ഞാൽ ഞാനത് ഒരു അങ്ങനെ ആലോചിക്കാറുണ്ട്. എന്തിനാ ഈ ഈമാന്റെ പകുതി? ഇനിയിപ്പോ ഒരാൾക്ക് സബർ ഇല്ലെങ്കിലും എന്നാ പകുതി ഈമാണ്ട് പറയാൻ പറ്റും. മനസ്സിലായില്ല? ചിന്തിക്കണം. അസ്സബ്റു നിസ്ഫുൽ ഈമാനി, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അതിനർത്ഥം ഒരാൾക്ക് ക്ഷമയില്ല, അപ്പൊ അവന് ഒരു ഹാഫ് ഈമാനൊക്കെ ഉണ്ടാവും. ക്ഷമല്ല, പക്ഷെ ഹാഫ് ഈമാനുണ്ട്. അങ്ങനെ പറ്റും. അതിന് ഞാൻ കണ്ട ഒരു ഉദാഹരണം ചായ. ചായപ്പൊടി ചൂടുവെള്ളം കൂടിയതാണല്ലോ എന്ത്? ചായ. അപ്പോൾ ചൂടുവെള്ളം എന്നാൽ നിസ്ഫു ചായ, ചായന്റെ നിസ്ഫു എന്നറിയാം. ഒരു ഹോട്ടൽ കയറിയിട്ട് നിങ്ങൾ ഒരു ചായ ഓട്ടയോ ആയിക്കോട്ടെ ഇരിക്കുന്നതാണ്. അപ്പോ നിങ്ങൾ ഇരുന്നതിന് ശേഷം പീഡിയക്കാരൻ എന്ത് ചെയ്ത് ചൂടുവെള്ളം നല്ലോണം ഗ്ലാസ്സിലാക്കി കൊണ്ട് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞ് 10 റുപ്യാണ് നമ്മുടെ ചായക്ക്, പക്ഷെ ഫുള്ളില്ല, പകുതി ചായ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ 5 റുപ്യ തന്നാൽ മതിയാ. നിങ്ങൾ 5 റുപ്യ അല്ല ഓന് കൊടുക്കുക. ഓളെടുക്കൊണ്ട് കാരണം കുട്ടി 4 കൊടുക്കും. മനസ്സിലായില്ലേ? ചായ എന്ന് പറഞ്ഞ ചായപ്പൊടി ചൂടുവെള്ളവും ഓരോ നുക്കത്തയിലും ഹെല്ലാകണം, അപ്പോഴേ ചായ ഉള്ളൂ. അതിന്റെ കണ്ടന്റ് വിശദീകരിച്ചോ പറഞ്ഞാണ് അതിന്റെ പകുതി ഭാഗം ചായയാണ്, പകുതി ഭാഗം ചൂടുവെള്ളമാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നാൽ ഇതിൽ ഒന്ന് മാറ്റിച്ചാൽ അത് എന്തല്ല? ചായയല്ല. ചായപ്പൊടി മാത്രം കൊണ്ട് കൊടുത്താൽ ചായാവൂല, ചൂടുവെള്ളം മാത്രം കൊണ്ട് കൊടുത്താൽ ചായാവൂല. അപ്പൊ അതിന്റെ ഓരോ നുക്കത്തയിലും ഓരോ മൈക്രോ പോയിന്റും എന്ത് വേണം? ചൂടുവെള്ളം വേണം, ചായ വേണം. തന്നെ സുലൈമാന് അസ്സബ്റു നിസ്ഫുൻ വശുക്റു നിസ്ഫുൻ. ഈമാനെ വേണ്ട, അതിന്റെ പകുതി ഭാഗം അസ്സബ്റു നിസ്ഫുൻ വശുക്റു നിസ്ഫുൻ. അത് രണ്ടും കൂടി കൂട്ടിയടിച്ചാലേ ഈമാൻ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് സബർ ഇല്ലെങ്കിൽ എന്തില്ല? ഈമാനില്ല. ശുക്ർ ഇല്ലെങ്കിലോ അപ്പോൾ ഈമാനില്ല. അപ്പൊ നിനക്കെന്താ വേണ്ടത്? നീ എന്താ വേണ്ടത്? നീ ക്ഷമിക്കുക. നമ്മൾ വിചാരിച്ച നടന്നില്ല, നടക്കൂല, ഞാനാരാ ഇരിക്കാലി, എന്റെ ഒരു അബ്ബ് വിചാരിച്ച നടക്കും. പറഞ്ഞാൽ മനസ്സിലായി. ഇത് പറയാനാണ്, ഇത് കേൾക്കാനാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയണത്. എനിക്കും കേൾക്കുക, എൻ്റെ ചെവിയും കേൾക്കണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ചാണ്ട. നമ്മൾ വിചാരിച്ചൊന്നും നടക്കൂല. നമ്മൾ വിചാരിച്ചെങ്കിൽ നടന്ന ഫ്ലൈറ്റ് കൂട്ടിമുട്ടും. ഓ വിചാരിച്ച നടക്കും. അവൻ്റെ പേര് ഖയ്യൂമാണ്, നമ്മളെ പേര് അബ്ദ് എന്നാണ്. ഒന്നും അറിയില്ല, എന്താ അറിയാം? മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. ചിന്തിക്ക്, 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 ചിന്തിക്ക്. പിടിക്കണ്ട. അല്ലാഹു അവൻ ഖയ്യൂമാണ്, അവൻ എന്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. എല്ലാം അവന്റെ കയ്യിലാണ്. എല്ലാം അവന്റെ തീരുമാനത്തിലാണ്. അവൻ വിചാരിക്കുന്നതിനേക്കാളും ഒരു സെക്കൻഡ് മുൻകടക്കുകയുമില്ല, പിന്തുകയുമില്ല. എന്തുകൊണ്ട്? അവൻ ഖയ്യൂമാണ്. എല്ലാം അവന്റെ അധികാരത്തിലാണ്. അവന്റെ അധികാരത്തിലല്ലാതെ ഒരു കാര്യം നടക്കുന്നേയില്ല. നമ്മൾ
നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന ബെയ്ത്തിന്റെ ഒരു അര വരിക. ഏതാണ് ആ ബെയ്ത്ത്? ഓർമ്മ ഉണ്ടോ? الله أكبر لا كبير سواه جلت محامده وعز ثناؤه هذه العباد إلى سناء عرفانه لولا التفضل ما اهتدوا لسناه ملك الملوك وحكمه في خلقه مال فلا حكم يرى لسواه ملك الملوك അവൻ രാജാതിരാജനാണ്. അവന്റെ വിധി അവന്റെ സൃഷ്ടികളിൽ നടക്കും. അവന്റെതല്ലാത്തൊരു സൃഷ്ടി ഇവിടെ ഇല്ല. അവനല്ലാത്ത ഒരാൾക്കും വിധിയില്ല. ആർക്കേ വിധിയുള്ളൂ? അവന് മാത്രം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞാൽ മീ പറയാം അല്ലാഹു ബോധം തരട്ടെ. ബേജാറാണ്ട. പിന്നെ എമ്മക്ക് എന്തേ ഉള്ളൂ? നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ എന്റെ സന്തോഷം അതിങ്ങനെ ആയി കിട്ടലാണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കൂല. അള്ളാഹു നാളെ നടത്താൻ തീരുമാനിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന ഇനി വേറൊരു പോയിന്റ് ഞാൻ തിരിച്ചു പറയാം, എന്നാൽ അവസാനിപ്പിക്കാം. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിലേ പറയൂ. നാളെ അള്ളാഹു നടത്താൻ നിശ്ചയിച്ച ഒരു കാര്യത്തിന് രണ്ടാളുണ്ടാവും. ഒന്ന് ദുആ ചെയ്യുന്നവൻ, ഒന്ന് ദുആ ചെയ്യാത്തവൻ. ദുആ ചെയ്തവന് കൂലിയും കൂടിയും കിട്ടും, കാര്യം നടന്നിട്ടും. അപ്പോന് പരലോകത്തേക്ക് ഇപ്പോൻ രണ്ട് കാര്യമായി. അവൻ്റെ കാര്യം നടന്നു, പരലോകത്തേക്ക് വലിയ കൂലിയായി. അദ്ദുആഉ വൽ ഇബാദ. ഇതേ കാര്യം നടന്നു കിട്ടുന്ന വേറൊരാളുണ്ട്. ഒരു കുഞ്ഞു മുഹമ്മദും ഒരു ആലി മുഹമ്മദും ഉണ്ടെന്ന് കൂട്ട്. രണ്ടാൾക്കും ഒരു കാര്യം നടക്കണം. കുഞ്ഞു മുഹമ്മദ് രാത്രി ആയാലും തഹജ്ജുദ് നിസ്കരിച്ച് മറന്നു ആർക്കും. ആലി മുഹമ്മദ് നേരം വെളുക്കുന്നവരെ കടന്നുറങ്ങും. രണ്ടാളും കൂടി ആ കാര്യം നടക്കുന്നിടത്ത് പോയി രാവിലെ നടന്നു ചെയ്തു. അപ്പൊ കുഞ്ഞു മുഹമ്മദ് എന്ത് പറഞ്ഞു? ഞാൻ നേരം വെളുക്കോളം കയറുന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആലി മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഒരു മിനിറ്റും കയറുന്നിട്ടില്ല. കുഞ്ഞു മുഹമ്മദിന് കൂലിയും കൂടിയും കിട്ടി, ദുന്യാവും കിട്ടി. ആലി മുഹമ്മദിന് അത് കിട്ടി, ആഖിറ ഉണ്ടാവില്ല. ഉറപ്പാണ്, അള്ളാഹ് വിചാരിച്ചതേ നടക്കുള്ളൂ. അതേ സമയത്ത് ആഗ്രഹിക്കണം, തീർച്ചയായിട്ടും ഓർക്കണം. പക്ഷേ പരിധി വിടണ്ട. എന്താ പരിധി വിടൽ? അത് നടന്നേ തീരൂ. കാരണം ഈ കയ്യുമല്ല, കയ്യുമാരാണ് അല്ലാഹ്. അതന്നെ. നമ്മൾ ഗൾഫ് പോകാൻ ആഗ്രഹിക്കും, ഗൾഫ് പോവില്ല. എന്തേ? നമ്മൾ ഗൾഫ് പോകുന്നതിൽ ഖൈർ ഉണ്ടാവില്ല. എന്നാലോ ഇവിടെ ഒരു കാര്യം എയർപോർട്ട് ഉണ്ടായതുമില്ല. ഇവിടെ അങ്ങനെ ജീവിച്ചു പോയി, കടമല്ല. അപ്പൊ അൽഹംദുലില്ലാ, നിനക്ക് നല്ല എന്താ ഗൾഫ് പോകാതിരിക്കാം. ഗൾഫ് പോയി അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇന്നൊന്ന് ഇവിടെ ഇറക്കിട്ടാ എന്റെ ഈ ബാഗിന്റെ അടുത്ത് ഞാനൊന്ന് മൂത്രിച്ചെത്തിയാ. ഓൻ പിന്നെ വന്നില്ല. അപ്പോൾ പോലീസിനായി വന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കണുണ്ട്. എന്നെ പിടിച്ചു. പിന്നെ എനിക്ക് 14 ദിവസത്തെ കഠിന തടവും അവസാനം തലവെട്ടലും ഉണ്ടായിരുന്നു. അതിനേക്കാൾ നല്ല പോകാതൊക്കെ അല്ലേ. തലക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തേ അങ്ങനെ ഉണ്ടായിട്ടില്ല ലോകത്ത്? എത്ര അപ്പൊ നിനക്ക് എന്താണല്ലേ പോകാതൊക്കെ ഇവിടെ കഴിഞ്ഞൂടാ. നീ ബാപ്പി ഇടക്കിടക്കൊക്കെ പറയാം, എന്നെ കൊണ്ടൊന്നും ഒരു കാര്യമല്ലേ. മറ്റേ ആയമ്മോട്ടിന്റെ മകൻ ഓരോ മാസം പെട്ടിയാണ് ഇങ്ങനെ അയക്കണത്. ആപ്പ കുറച്ച് പറയൊക്കെ ചെയ്യും. അത് കേട്ടോ, ലേശം കേട്ടാളാ, കുഴപ്പമൊന്നുമില്ല. അവസാനം മമ്മൂട്ടിന്റെ മകനെ അവൾ പിടിച്ച് ജയിലിലിട്ടു. പിന്നെ 26 മാസത്തിനും ഇറങ്ങിയില്ല. അപ്പഴൊക്കെ ആണുങ്ങളെ മാതിരി കുറച്ചു നേരം ബാപ്പാന്റെ മുന്നിലൊന്നും പോയി നിൽക്കുക. എന്തേ ചിന്നങ്ങനെ അങ്ങനെ തുറച്ചു നോക്കണ? ഒന്നല്ല, ഒന്നുമില്ല. എന്തോ അല്ല, ഒന്നുകൂടെ അല്ല, ഒന്നുമല്ല. നമ്മൾ അയമുട്ടിന്റെ മകന്റെ ഭാഗ്യം ആലോചിച്ചാണ്ട് ഞങ്ങളെ മുന്നിലൊന്ന് നിന്നതാണ്. ഇനിയിപ്പൊന്നും പറയാനുമില്ല. അവിടുന്ന് ഇങ്ങോട്ട് അയച്ചില്ല, 10 ഇരട്ടി അങ്ങോട്ട് അയച്ചാലും വേണം, ജയിലിൽ വിടില്ല. ഇതൊന്നുമല്ല, കയ്യുമാരാണ്. എന്തിനാ വിചാരാണ്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ചിലർ മോലിരാവുന്നായിരിക്കും കയറ്. മോലിരാണോ? എന്തിനെ കൊണ്ടേക്ക് ദർസിലാക്കി 5 വണ്ടി വിട്ടു നേരെ പോയി ബോംബെ പോയി.
ഏട്ടൻ അങ്ങനെ തെർത്തീബ് അനുസരിച്ച് പഠിച്ച് ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ കേട്ട് അങ്ങനെ ആയി ഏട്ടൻ. പിന്നെ വലിയ മുദരിസായി, മുദരിസൊക്കെ ആയി, ദർസൊക്കെ ആയി, എല്ലാം ആയി. അപ്പോഴാണ് എന്താ അനുജൻ പിന്നീട് വന്നു. അപ്പൊ പള്ളം നിറച്ച് പൈസ ഉള്ള മലയാളിയാ. രണ്ടാളെ ഇതിനെ കൊണ്ടാക്കിയ ദർസ് കൊണ്ടാക്കിയാണ്. ഒരാൾ വലിയ മോനിയരായി, ഒരാൾ വലിയ മലയാളിയായി. അൽഹംദുലില്ലാഹ്. അപ്പൊ അവിടെ എന്തുമായി? ദർസുമായി, ദർസ് നടത്താൻ പൈസയായി. രണ്ടാളും മോനിയരായിക്കണമെങ്കിൽ വേറൊരാളോട് പോയി എന്നറിയട്ടെ. ഇപ്പൊ നല്ലതായി, രണ്ടാൾക്കും നല്ലതായി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. എല്ലാരും മോനിയരായ നാടാരി നടത്തും. അപ്പൊ രണ്ടാളെ മോനിയരായി പറഞ്ഞേച്ചാ, പക്ഷെ ഒരാളെ മോനിയരായുള്ളൂ, മറ്റയാളെ മോനിയരാക്കിയില്ല. എന്റെ മോനിയരെ പോലെ ശുഷ്കാന്തിയും ദീനുള്ള മൊലാളിയാക്കി. ഒരാളെ കൊണ്ട് പറഞ്ഞു കൊടുത്തു, മറ്റയാളെ കൊണ്ട് നടത്തി. രണ്ടും ചെയ്തവനാരാ? കയ്യുമായ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇനി ബാക്കി അടുത്ത ക്ലാസ് പറയും. അപ്പൊ കയ്യുമായ റബ്ബിനെ വിട്ടുകൊടുക്കണം, വേണം. അതേ സമയത്ത് അവൻ കയ്യൂമാണ്, അവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകും. അവനല്ലാത്ത ഒരാൾക്കും അധികാരമില്ല. അവൻ സർവേശ്വരനായ തമ്പുരാനാണ്, അവനല്ലാത്ത ഒരാളുമില്ല. അവനിൽ ബാക്കിയുള്ളതെല്ലാം അവന്റെ ജൂഡിന്റെ ജൂഡ് മാത്രമാണ്. എല്ലാം അവന്റെ ജൂഡാണ്, എല്ലാം അവന്റെ ജൂഡാണ്, എല്ലാം അവൻ്റെതാണ്. നിയന്ത്രിക്കുന്നത് അവനാണ്, ക്ഷമിക്കേണ്ടത് അടിമയാണ്. എന്തുകൊണ്ട്? അടിമയുടെ വിചാരങ്ങളിൽ അബദ്ധം മാത്രം സംഭവിക്കുന്നു. ഉടമക്കാരന് ഒരു കാലത്തും തെറ്റുപറ്റുകയില്ല. ആ ബോധത്തിലേക്ക് അടിമ എത്തിച്ചേരുമ്പോൾ അടിമ ഉടമക്കാരന്റെ അടിമയായി മാറുന്നു. നടന്നതേയില്ല, ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് തരട്ടെ. പ്രയാസങ്ങളും പരിവട്ടങ്ങളും മാറിയില്ല, ദരിദ്രയായി. 2 മാസം അടുപ്പിൽ തീ കത്തിക്കാത്ത പുണ്യ റസൂലിന്റെ അനുയായിയാണ്. 2 മാസമൊന്നും അടുപ്പിൽ മിക്കവാറും മാസങ്ങൾ അങ്ങനെയാണ്. ഈ കഷ്ടപ്പെട്ടു ദ്വാരുന്നു, പക്ഷെ ദാരിദ്ര്യം മാറിയില്ല. എന്തേ? അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. അതിലൊരു ഖൈറുണ്ട്. അതിനൊരു മാതൃകയുണ്ട്. മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞങ്ങൾ ഒരു ചന്ദ്രക്കല കാണും, പിന്നെ അടുത്ത ചന്ദ്രക്കല കാണും. അതായത് അപ്പോഴത്തേനൊരു മാസം കഴിഞ്ഞു. പിന്നെയും ഞങ്ങളൊരു ചന്ദ്രക്കല കാണും. ഇപ്പൊ എത്ര ചന്ദ്രക്കല? 3 ചന്ദ്രക്കല കണ്ടു. അപ്പോഴത്തേന് എത്ര മാസം കഴിഞ്ഞു? 2. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ 2 മാസം ഒരു തവണ പോലും തീ കത്തിച്ചിട്ടില്ല. ആ ബുദ്ധിമുട്ട് എന്റെ വീട്ടിലുണ്ടോ? പറ, ആ ബുദ്ധിമുട്ട് എന്റെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ല, എന്റെ വീട്ടിലില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്തേലും ക്ഷമകേട് കാണിച്ചോ? പഠിച്ചവനോട് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോ? റസൂലാ, പക്ഷെ എന്റെ കാര്യം കേടാ. ആരോടെയും പറഞ്ഞു? ഞാൻ വലിയ റസൂലൊക്കെ തന്നെ, പക്ഷെ പൊരയിൽ പട്ടിണി. പറഞ്ഞോ? നിങ്ങൾ ഈ ഹദീസ് നോക്ക്. ഞങ്ങളൊരു ചന്ദ്രക്കല കാണും, പിന്നെ ആ പീരീഡ് കഴിഞ്ഞ് അടുത്ത ചന്ദ്രക്കല കാണും, ആ പീരീഡും കഴിഞ്ഞ് അടുത്ത ചന്ദ്രക്കലയും കാണും. അപ്പോഴത്തിന് തുടരെ 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ, ഭാര്യമാരും നബിയും താമസിക്കുന്ന വീട്ടിൽ ഒരു തവണ പോലും തീ പുകഞ്ഞിട്ടില്ല. എന്റെ തീയത്തിൽ വെച്ചുണ്ടാക്കാവുന്ന ഗോതമ്പോ അരിയോ മുത്തുനബിയുടെ വീട്ടിലില്ല. وهو رسول الله وما أرسلناك إلا رحمة للعالمين. എന്തേ? അതായിരിക്കും ഖൈറ്. അവൻ ഖയ്യൂമാണ്, നിയന്ത്രിക്കുന്ന ഞാനല്ല, അവനാണ്. നീ എന്താ പഠിക്കും? അത് പറഞ്ഞാൽ മനസ്സിലായോ?
ആ ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? 2 മാസം അടുപ്പിൽ തീ കത്തിക്കാത്തൊരു സംഭവം നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാരിദ്ര്യമുള്ള കാലമൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം അത് ദാരിദ്ര്യമുള്ള കാലം. പക്ഷെ 2 മാസം ഒരു പരി തീ കത്തിച്ചില്ല ഞാൻ ആഴ്ച കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ നായകനായ പുണ്യ റസൂലിന്റെ വീട്ടിൽ പതിവായി 2 മാസം ഒന്നും തീ കത്തിക്കാറില്ല. എന്തേ? തീ കത്തിച്ച് വേവിക്കാവുന്ന ഒരു സാധനം വീട്ടിൽ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പേടിക്കണ്ട, എല്ലാം ആര് നടത്തിത്തരും? അല്ലാഹു. വിചാരമുണ്ട യാ ഖയ്യൂം 1000 വട്ടം ചൊല്ലിയാ പോരാ, 100 വട്ടം ചൊല്ലിയാൽ മതി. ഒറ്റ വട്ടം ചൊല്ലിയാൽ മതി. ഒറ്റ വട്ടം ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹ് ഫമാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ് ഫഖാല തംലൗ മാ ബൈന അസ്സമാഇ വൽ അർളി. ഒരു സുബ്ഹാനല്ലാഹ് ആകാശ ഭൂമിക്കിടയിൽ നിറയും. ഒരു സുബ്ഹാനല്ലാഹ്. നമ്മൾ നിസ്കരിച്ച എത്ര സുബ്ഹാനല്ലാഹ്? 33. എവിടെ നിറയും? എൻ്റെ അള്ളാഹുവിന്റെ പരിശുദ്ധി ഓർത്തു ചെല്ലണം. അങ്ങനെ നമ്മൾ ഇതുവരെ ചെല്ലിയിട്ടില്ല. 1 മതി, ഒറ്റൊന്നു മതി. അതിന് വായങ്കാരി കൊണ്ടെന്ന് ഒരാൾ, 2ാമത്തെ വായങ്കാരി പിന്നെയും കൊടുന്നു. 33 വായങ്കാരി കൊടുന്നു, തുളഞ്ഞില്ല. പിന്നെ വേറെ 33 വായങ്കാരി കൊടുന്നു, തുളഞ്ഞില്ല. പിന്നെ അടുത്തൊരു 33 വായങ്കാരും കൊണ്ടു, തുളഞ്ഞില്ല. പിന്നെ ഒരു വായങ്കാരി, വലിയ വായങ്കാരി വേറെയും കൊണ്ടു. ഇപ്പൊ 100 വായങ്കാരായി. വായനക്കാരും തുളയ്ക്കാൻ നോക്കി, തുളഞ്ഞില്ല. അപ്പോഴാണ് ഒരാണി ഉണ്ടത്, ഒറ്റയടി അത് തുളങ്ങും ചെയ്തു. അന്റെയും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ഭയങ്കരം കഴിയും. തോനെയൊന്നും വേണ്ട, ഒരു സുബ്ഹാനോണ്ട് സ്വർഗത്തിൽ കിടക്കാം. നമ്മൾ ഇതുവരെ ചെല്ലിയിട്ടില്ല. പടച്ചോന്റെ മഹത്വം ഓർത്തിട്ട് ചെല്ലിയ കണ്ണ് നിറഞ്ഞു വീണു. ആ സുബ്ഹാനല്ലാഹ് ആകാശഭൂമി നിറയാൻ എന്ത് മതി? ഒരു സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ 2ാമത്തെ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോഴത്തേന് അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ അത് ആകാശത്ത് ഗോഡണിലേക്ക് മാറ്റിയപ്പോൾ 1 ചെല്ലിയപ്പോഴത്തേന് ആകാശഭൂമി നിറഞ്ഞുപോയി. എന്ത് മനസ്സിലായില്ലോ? അല്ലാഹു ബോധം തരട്ടെ, അള്ളാഹു മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹുവിനെ പറ്റി, അവന്റെ പരമാധികാരെ പറ്റി ചിന്തിക്കുക എന്നതാണ് അടിമയുടെ ബാധ്യത. അൽ ഫാത്തിഹ.